ഡബിൾ ഡെക്കർ. യെസ്. ഗൂഗിളിലും യൂട്യൂബിലെല്ലാം കണ്ട് ഭ്രാന്തായിട്ടുള്ളത്. ആഹാ, പ്രജിത്ത് അതിലേ കൂടി പോകുന്നുണ്ട്. ഈ വഴി വന്നിട്ട് എന്താ ഒന്നിങ്ങനെ മുകളിൽ കയറി അവിടെ താഴോട്ടേക്ക് ഇറങ്ങിയാൽ ഡബിൾ ഡെക്കർ. ഇവിടെ താഴെയുള്ളത് കോൺക്രീറ്റ് ആണേ. ഇതാണ് ഇതിൻ്റെ സ്നാപ്പ്. ഹായ്, നമ്മളിപ്പോൾ നോർത്ത് ഈസ്റ്റിൽ മേഘാലയയിൽ എത്തിയിട്ടുണ്ട്. മേഘാലയയിലെ ഒരു വില്ലേജിലാണ് ഇന്ന് താമസിച്ചത്. ഇനി ഇവിടുന്ന് പിന്നെ ചിറാപുഞ്ചി, അതുപോലെ പിന്നെ ഡോക്കി ലേക്ക്, വിസിലിംഗ് വില്ലേജ്, അങ്ങനെ കുറേ കേവ്സ്, അതുപോലെ വാട്ടർഫാൾസ്, ഇങ്ങനെ പറ്റാവുന്ന രീതിയിലുള്ള കുറച്ച് എക്സ്പ്ലോറിങ്ങും പറ്റുമെങ്കിൽ നല്ല വില്ലേജസ് ഉണ്ടെങ്കിൽ അതും കൂടി എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, ഹായ്. അപ്പം നമ്മൾ പിന്നെ ആരെങ്കിലും നോർത്ത് ഈസ്റ്റിൽ മേഘാലയയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പിന്നെ നാച്ചുറൽ ബ്രിഡ്ജ് ഉണ്ടല്ലോ, റൂട്ട്സ് കൊണ്ടുള്ള ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിൽ പിന്നെ 2 ടൈപ്പ് ഓഫ് ബ്രിഡ്ജ് ഉണ്ട്. ഒന്ന് സിംഗിളും ഒന്ന് ഡബിൾ ഡെക്കറും. അപ്പോൾ ഡബിൾ ഡെക്കർ മിക്കവാറും ആൾക്കാർ ഒഴിവാക്കാൻ കാരണം വെച്ചാൽ കുറച്ച് ദൂരെയാണ്. ഏകദേശം ഒരു 3000 സംതിങ് സ്റ്റെപ്സ് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺസ് കയറി ഇറങ്ങാനുണ്ട്, കുറേ ട്രക്കിംഗ് ഉണ്ട്. പക്ഷേ പിന്നെ കുറച്ച് നേരത്തെ, നമ്മളിപ്പോൾ ഒരു 5:30 മണിക്ക്, ഒരു 5:30 ടൈമിന് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു 5:30 മോർണിംഗിൽ നമ്മൾ വിടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഡബിൾ ഡെക്കർ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദേർ. രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു യാത്ര. ഒരു 8-10 കിലോമീറ്റർ വണ്ടിയിൽ വന്നിട്ട് ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ്. ടിർന, വെൽക്കം ടു ടിർന എലേക്ക ടൂറിസം. അപ്പോൾ ഇവിടുന്ന് ഒരു 3500 സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. 3500 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം ആ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്. അത്ര തന്നെ കയറാനുണ്ട്. ഓക്കെ, ഇവിടെ ഇങ്ങനെ സൺഡേ ക്ലോസ്ഡ് ആണെന്ന് എന്തായാലും ഓർക്കണം കേട്ടോ. 50 രൂപ പെർ ഹെഡ് ടിക്കറ്റ് എടുക്കുക. അവിടെ നിന്നാ മൈക്കിൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം വളരെ രസകരമായ ഒരു സ്റ്റെപ്പ് കേട്ടോ. കംപ്ലീറ്റ് ചെറിയ സ്റ്റെപ്പാണെങ്കിലും പിന്നെ ഒരു 3500 സ്റ്റെപ്പ് എന്നെല്ലാം പറഞ്ഞാൽ രണ്ടും കൂടി അപ്പ് ആൻഡ് ഡൗൺസ് ഏകദേശം ഒരു 7000 സ്റ്റെപ്പായി. അതിങ്ങനെ പോയിട്ട് ദൂരെ കാണുന്നൊരു വില്ലേജ് ഉണ്ട്, അങ്ങ് കാണുന്നതാ ദിസ് വില്ലേജ്. ആ വില്ലേജിലേക്ക് എത്തണം നമുക്ക്. അപ്പോൾ വരുന്നവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ തന്നെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ പിന്നെ ബാക്കിയുള്ള പോയിന്റ്സും കൂടി നമുക്ക് എന്ത് ചെയ്യാം, വിസിറ്റ് ചെയ്യാം. യെസ്, നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജിലേക്ക് കൂടി ആദ്യം ഒന്ന് നടക്കട്ടെ, ശേഷം പിന്നെ ഫോട്ടോ എടുക്കാം. വാവ്, നൈസ്. അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പാലത്തിന് മുകളിൽ പലകയും അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആൾക്കാർക്ക് വെള്ളമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി, ഗ്രാമത്തിലെ ആൾക്കാർക്ക് വെള്ളമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ല തടയണൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയി ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്. സൂപ്പർ. അങ്ങോട്ടുള്ള വഴിയുണ്ട്, വേറെ ഗ്രാമത്തിലേക്കുള്ളതായിരിക്കും. പിന്നെ ഇത് അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് ഇവിടെ മുകളിലുള്ള ബ്രിഡ്ജ്. പിന്നെ ഞാനിനിയിപ്പോൾ പോകുന്നത് താഴേക്കുള്ള ബ്രിഡ്ജിലാണ്. അതും ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം കണ്ടങ്ങൾ. വാവ്, മത്സ്യമൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്തൊരു തെളിഞ്ഞ വെള്ളം. ആഹാ, ഓ, എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവം ഇത്. ഇതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ ഒന്ന് കാണട്ടെ. ഡബിൾ ഡെക്കർ. യെസ്. ഗൂഗിളിലും യൂട്യൂബിലെല്ലാം കണ്ട് ഭ്രാന്തായിട്ടുള്ളത്. ആഹാ, പ്രജിത്ത് അതിലേ കൂടി പോകുന്നുണ്ട്. ഈ വഴി വന്നിട്ട് ഒന്നിങ്ങനെ മുകളിൽ കയറി അവിടെ താഴോട്ടേക്ക് ഇറങ്ങിയാൽ ഡബിൾ ഡെക്കർ. ഇവിടെ താഴെയുള്ളത് കോൺക്രീറ്റ് ആണേ. ഇതാണ് ഇതിൻ്റെ സ്നാപ്പ്. ഈ സ്റ്റെയർ കേസിൻ്റെ സൈഡിലെ ഹാൻഡ് റെയിലും ചെയ്യുന്ന പോലെ അടിപൊളിയായിട്ട് ഇങ്ങനെ നാച്ചുറലി ഫോം ചെയ്യപ്പെടാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യമല്ലേ. വേണ്ടോ, ഈ സൈഡും അതേപോലെ തന്നെ പാലത്തിൻ്റെ 2 സൈഡും. ആക്ച്വലി നമ്മളിപ്പോൾ കാണുന്നത് 2 ബ്രിഡ്ജാണല്ലോ, ഒന്ന് താഴെയും ഒന്ന് മുകളിലേ. ഇത് ഇങ്ങനെ നാച്ചുറലായിട്ട് ഇങ്ങനെ ഫോം ചെയ്യപ്പെട്ടതാണല്ലോ. കുറേ വേടുകളുണ്ടല്ലേ, വേടുകളൊക്കെ ഇങ്ങനെ അതിനിങ്ങനെ സ്റ്റെമ്പായിട്ടും പില്ലറായിട്ടെല്ലാം കിടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഐ തിങ്ക്
വിതിൻ ഇയേഴ്സ് ഇവിടെ ഒരു സാധനം കൂടി കാണുന്നത്. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സാധനം കൂടി കാണുന്നത്. അപ്പോൾ ഇത് ഡബിൾ ഡെക്കറിന് പകരം ട്രിപ്പിൾ ഡെക്കറായി മാറാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ മൂന്നാമത്തെ ബ്രിഡ്ജിൻ്റെ റൂട്ട് പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. വൺ മോർ ഐ വിൽ ഷോ യു. എനിക്ക് തോന്നുന്നു ഈ സാധനം കുറച്ചും കൂടി സ്റ്റെമ്മെല്ലാം കുറച്ചും കൂടി കട്ടിയാവും. മുകളിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനം ആണെന്ന് തോന്നുന്നു. കുറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് ബ്രിഡ്ജ് പോലെ. അപ്പോൾ ഇത് ഒന്നാമത്തത് മുകളിൽ ഏറ്റവും മുകളിലുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് സെക്കൻഡ് വൺ, പിന്നെ താഴെയുള്ളത് തേർഡ് വൺ. അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, പ്രൈസ് എത്ര വർഷം വേണം ഏകദേശം? ഒരു 10-20 വർഷം. ഓ മതി. എന്തായാലും ഒരു 10-20 വർഷത്തിനുള്ളിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ഏറ്റവും മുകളിലുള്ള ബ്രിഡ്ജ് ഫോം ചെയ്ത് കാണാം. ഒരു 20-25 ഇയേഴ്സ്. ഓക്കെ, ചെയ്യൂ. നമ്മൾ അതും കണ്ടിട്ടേ ഈ ഭൂമിയിൽ നിന്ന് പോകുള്ളൂ, ഉറപ്പാ. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് നമ്മൾ കുറേ കാലം വിചാരിക്കുന്നു. മേഘാലയയിൽ 2 പ്രാവശ്യം കറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ദൂരം വിചാരിച്ചിട്ടും സ്റ്റെപ്പിൻ്റെ എണ്ണം വിചാരിച്ചിട്ടും നമ്മളെന്ത് ചെയ്തില്ല, ഈ പറഞ്ഞ ഡബിൾ ഡെക്കർ ബ്രിഡ്ജ് കാണാൻ വന്നിട്ടില്ല. അപ്പോൾ ഇത് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഏർലി മോർണിംഗ് തന്നെ വന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാരില്ലാതെ ഈ ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, എക്സ്പ്ലോർ ചെയ്യാം, ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ഒരു 9, 10, 11 ഒക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ആൾക്കാർ വരും. ആൾക്കാർ വന്നാൽ ഈ ബ്രിഡ്ജിൻ്റെ മേലെ ഇങ്ങനെ സകല കളിയുള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ ലോക്കൽ പീപ്പിൾസ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ മുകളിൽ കയറാനും ഫോട്ടോ എടുക്കാനൊക്കെ തടസ്സപ്പെടുത്തും. അപ്പോൾ വരുന്നവർ നേരത്തെ വരിക, വളരെ കൂളായിട്ട് വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നന്നായിട്ട് കാണുക. മൊത്തം ചുറ്റുവട്ടത്തിൽ നല്ല സീനാണ്. 2 ബ്രിഡ്ജ് നമ്മൾ നേരത്തെ കണ്ട പോലെ ഒന്ന് മുകളിലേക്ക് ഇറങ്ങിയിട്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഒരു യാത്ര നടത്താം. ഏതായാലും റിയലി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഓക്കെ, മേഘാലയയിൽ വന്നു കഴിഞ്ഞാൽ, ഷിലോങ്ങിൽ വന്നു കഴിഞ്ഞാൽ നെവർ മിസ് ഇറ്റ്, ഡബിൾ ഡെക്കർ ബ്രിഡ്ജ്.